വിവാഹിതരായ സീരിയലിന്റെ പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മളെ സംഗീതയും അതുപോലെ നമ്മളെ ഭവാനിയും കൂടെ ഇങ്ങനെ പുറത്തോട്ടൊക്കെ വരുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ സംഗീതയും മുത്തശ്ശിയും കൂടെ ആണെങ്കി ഒരു പാലുകാച്ചിനൊക്കെ പോകാൻ വേണ്ടി പോകുന്നതൊക്കെ കാണിക്കുന്നത്. അങ്ങനെ നമ്മളെ മുത്തശ്ശിയാണെങ്കി പറയുന്നുണ്ട്, "ഓ! അടുത്ത ബന്ധമൊന്നും അല്ല കുറച്ച് അകന്ന ബന്ധത്തിലുള്ളതാ. അവരാണെങ്കില് ഇവിടെയുള്ള എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. അത്രയൊന്നും എല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട്." അത് നമ്മളെ ഭവാനിയുടെ ചോദിക്കുന്നുണ്ട്, "നീ വരുന്നില്ലേ മോളെ?" എന്ന് ചോദിക്കുമ്പോ, "ഇല്ല ഞാൻ വരുന്നില്ല" എന്നൊക്കെ പറയുന്നുണ്ട് ട്ടോ. പിന്നാണെങ്കില് നമ്മളെ മുത്തശ്ശിയാണെങ്കില് നമ്മളെ ഭൂമിയെ വിളിക്കുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ ഭൂമിയാണെങ്കില് സത്യൻ സാറിന്റെ മോഡലെയും ഭാര്യയുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എല്ലായിടമൊക്കെ കൊണ്ട് ഒട്ടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, "മോളെ ഇങ്ങോട്ടൊന്ന് വരുവോ?" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "ആ മുത്തശ്ശി ഞാൻ വരാന്നൊക്കെ" പറഞ്ഞിട്ടാണെങ്കില് നമ്മളെ ഭൂമിയാണെങ്കി പോവാനൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ ഭവാനി പറഞ്ഞു, "ഓഹോ! സത്യന്റെ മോളല്ലേ? വാ ഇന്നിനി അവളിവിടെ വന്നു കഴിഞ്ഞാ ഇനി അവളെ ഞാൻ ഇവിടുന്ന് ജീവനോടെ ഞാൻ വിടത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുത്തശ്ശിയും സംഗീതയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോയതിനു ശേഷമാണെങ്കില് നമ്മളെ ഭവാനിയാണെങ്കില് നമ്മളെ ഭൂമി വരുന്നുണ്ടല്ലോ. അപ്പൊ ഭൂമിയാണെങ്കില് കൊല്ലാൻ വേണ്ടിയൊക്കെ കുറെ വയറൊക്കെ എടുത്തോണ്ട് പോയി അടുക്കളയിൽ പോയൊക്കെ ഷോക്ക് അടുപ്പിച്ച് കൊല്ലാനൊക്കെ വേണ്ടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഭൂമി വന്നിട്ടാണെങ്കില് നേരെ വരുന്നുണ്ട്. വരുന്ന സമയത്ത് ഭൂമിയെടുത്താണെങ്കില് ഭയങ്കര സ്നേഹത്തിലൊക്കെ സംസാരിച്ചിട്ട്, "മോളെ എങ്ങനെ പോകുന്നുണ്ട്? കോഫി ഷോപ്പൊക്കെ എങ്ങനെ പോകുന്നൊക്കെ" പറഞ്ഞ് നമ്മളെ ഭൂമിയെ ഭയങ്കര സ്നേഹത്തിലൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഭൂമി ചോദിക്കുന്നുണ്ട്, "ഇവിടെ ആരും ഇല്ലേന്ന്?" ചോദിക്കുന്ന സമയത്താണെങ്കി പറയുന്നത്, "ഇല്ല മുത്തശ്ശി അമ്മയൊക്കെ ആണെങ്കില് ഇവിടെ ഒരു പാല് കാച്ചി ഫംഗ്ഷന് പോയിരിക്കുകയാണെന്ന്" പറയുന്നത്. അപ്പം ഇവിടുത്തെ ജോലിക്കാരിയും വന്നില്ല മോളെ കുറച്ച് പാത്രമൊക്കെ കിടപ്പുണ്ട് ഒന്ന് കഴുകി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി പറഞ്ഞു, "ആ ശരി ഞാൻ കഴുകി തരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭവാനിയാണെങ്കി നേരെ ഭൂമിയാണെങ്കില് കിച്ചണിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ പറയും, "അയ്യോ! കുറച്ചധികം പാത്രം ഉണ്ടെന്നൊക്കെ" പറയുന്ന സമയത്ത് നമ്മളെ ഭൂമി പറഞ്ഞു, "ആ കുഴപ്പമില്ല ഞാൻ കഴുകി തരാന്നൊക്കെ" പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭവാനി പറയുന്നുണ്ട്, "മോളെ ആദ്യം ഇവിടെ അങ്ങ് തൂത്തൊക്കെ വാരിയിട്ടിട്ട് പിന്നെ നീ പാത്രം കഴുകിക്കോളാനൊക്കെ" പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മളെ ഭവാനിയാണെങ്കി ശരീന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭൂമിയെ ഏൽപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ട്ടോ. അപ്പം നമ്മളെ ഭൂമിയാണെങ്കില് ആ വെള്ളത്തിനകത്തൂടെ ഷോക്കടിപ്പിക്കാന് നമ്മളെ ഭവാനിയാണെങ്കില് നോക്കിയൊക്കെ നിക്കുന്നുണ്ട്. നമ്മളെ അച്യുതനാട്ടോ. അപ്പൊ അച്യുതനാണെങ്കി ഇങ്ങനെ ആലോചിച്ചോണ്ടൊക്കെ നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ അമ്പിക വന്ന് ചോദിക്കുന്നുണ്ട്, "അല്ല എന്താ അച്ചുവേട്ടാ ഇങ്ങനെ ആലോചിച്ചോണ്ടൊക്കെ നിക്കുന്നെ? എന്ത് വയ്യ ഞാൻ മോളെ വിളിക്കട്ടെ" എന്ന് ചോദിക്കുന്ന സമയത്ത് അംബികേടത്ത് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. "നിനക്ക് എപ്പോ നോക്കിയാലും എന്തിനും ഏതിനും മോളെ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? അവളില്ലെങ്കി എന്തോ ചെയ്യുമെന്നൊക്കെ" ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ അംബിക ചോദിക്കുന്നുണ്ട്, "അതിന് അവളെവിടെ പോവാനാ? അവൾ എവിടെയെങ്കിലും പോന്നോ? അതോ ഇനി ആരോടെങ്കിലും ഒളിച്ചോടി പോന്നോ? അവളെ കെട്ടിച്ചു വിടുവല്ലേ ചെയ്യുന്നേന്നൊക്കെ" ചോദിക്കുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മളെ അച്യുതനാണെങ്കി ദേഷിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മളെ അംബിക പറയുന്നുണ്ട്, "എന്താ ചേട്ടാ അച്ഛന്റെ ഏട്ടന് എന്തെങ്കിലും ഉണ്ടെങ്കി കാര്യം പറ. എന്തിനാ ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ ദേഷിക്കുന്നേന്നൊക്കെ" പറയുന്ന സമയത്ത്, "അതെ അവളെ അച്ഛൻ വന്ന് കൊണ്ടുപോയി കഴിഞ്ഞാ നമ്മളെന്തോ ചെയ്യും?" അപ്പം നമ്മളെ അംബിക ചോദിക്കുന്നുണ്ട്, "23 വർഷം കൊണ്ട് അവളെ അച്ഛൻ വന്നില്ലല്ലോ അച്ചുവേട്ടാ. പിന്നെ ഇപ്പഴെപ്പഴാ വരുന്നേന്നൊക്കെ" ചോദിക്കുന്ന സമയത്താണെങ്കില് നമ്മളെ അച്യുതനാണെങ്കി ഭയങ്കര ടെൻഷൻ നിക്കും ട്ടോ. അപ്പം ഇത് കാണുന്ന സമയത്ത് നമ്മളെ അംബികയ്ക്കും ആണെങ്കില് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. അപ്പം അംബിക പറയുന്നത്, "എന്തുവാ അച്ചുവേട്ടാ എന്തേലും ഉണ്ടെങ്കി കാര്യം പറ. എന്നെ ഇങ്ങനെയിട്ട് ടെൻഷൻ ആക്കല്ലേ" എന്നൊക്കെ പറയുന്നേ. അപ്പം നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "അത് ഭൂമിയാണെങ്കി അവളെ അച്ഛനുമായിട്ട് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുവാന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന സമയത്താണെങ്കില് നമ്മളെ അച്യുതൻ ചോദിക്കുന്നുണ്ട്, "നിനക്ക് മോളില്ലാതെ ജീവിക്കാൻ പറ്റുമോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. "അച്ചൂട്ടാ അങ്ങനെ ഒരു കാര്യം പറയേ ചെയ്യല്ലേ. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "എനിക്കും അത് പറ്റത്തില്ല. എന്റെ മോള് വേറൊരാളെ അച്ഛാന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. "ഇനി അവളെ അച്ഛൻ വന്നിട്ട് ഇനി നമ്മളെ അടുത്തുന്ന് പിടിച്ച് വലിച്ചോണ്ടൊക്കെ പോവോ?" "ഇല്ലില്ല ഇനി അങ്ങനെ ആരെയും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ അംബിക പറയുന്നുണ്ട്, "അച്ചൂട്ടാ അതിന്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കല്ലേ അച്ചൂട്ടാ" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അംബികയാണെങ്കി അകത്തോട്ട് ഇങ്ങനെ പോയി സങ്കടപ്പെട്ടൊക്കെ അകത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളെ അച്യുതനാണെങ്കില് പിറകെ പോകുന്നുണ്ട് ട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, "നീ വിഷമിക്കേണ്ട നമ്മളെ മോളെ ഞമ്മള് ഇനി ആര് വന്നാലും നമ്മളെ മോളെ ഞമ്മള് വിട്ടുകൊടുക്കത്തില്ല" എന്നൊക്കെ നമ്മളെ അച്യുതനും അങ്ങ് ഒരു സ്വാർത്ഥതയോടെയൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അപ്പൊ സമയത്ത് അങ്ങനെ നമ്മളെ അച്യുതൻ പറയുന്നുണ്ട്, "നീ ഒരു കാര്യം ചെയ്യ് മോളെ വിളിക്ക്. മോളെ വിളിച്ചിട്ട് എന്റെ മരുന്ന് എവിടെയാ ഇരിക്കുന്നേന്നൊന്ന് ചോദിക്കാനൊക്കെ" പറയുന്നുണ്ട്. ആ സമയത്താണെങ്കില് നമ്മളെ ഭൂമിയാണെങ്കില് അവിടെ കിച്ചണിൽ ഇങ്ങനെ തൂത്തെല്ലാം വാരിയതിന് ശേഷമാണെങ്കി പാത്രം കഴുകാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് ട്ടോ. ആ സമയത്താണെങ്കില് ആ ഒരു പൈപ്പിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് പോവാ. പോകുന്ന സമയത്ത് നമ്മളെ ഭൂമി എന്ത് ചെയ്ത് അച്ഛൻ കോൾ വിളിച്ചിട്ടൊക്കെ മരുന്നിന്റെയൊക്കെ കാര്യം ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കി ആ ഫോണും കൊണ്ടങ്ങ് പുറത്ത് പോവാ ട്ടോ. അപ്പൊ നമ്മളെ ഭവാനി നോക്കുമ്പം നമ്മളെ ഭൂമിയെ കാണുന്നില്ലല്ലോ. കുറേ നേരം ആയല്ലോ പോയി. ഇനി ഇവള് അവിടെ എന്താ ചെയ്യുന്നെ? ഇനി എവിടെങ്ങാനും ഷോക്ക് അടിച്ച് വീണോ? എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ ഭവാനി അങ്ങോട്ട് പോകുന്നുണ്ട് ട്ടോ. പോകുന്ന സമയത്താണെങ്കി ആ പൈപ്പിൽ ഇങ്ങനെ രണ്ടിലും വെള്ളം നിറഞ്ഞ് ഇങ്ങനെ പോകുന്നു മുകളിലോട്ട് കേറി വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭവാനി നോക്കുന്ന സമയത്ത് നമ്മളെ ഭൂമിയാണെങ്കില് അവിടെ ഇങ്ങനെ നിന്ന് ഫോൺ വിളിച്ചോണ്ടൊക്കെ നിക്കും. അപ്പം ഇവള് കേറി വരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനില് നമ്മള് ഭവാനി നിക്കുന്ന സമയത്ത് ഭവാനി പോലും അറിയുന്നില്ല വെള്ളം നിറഞ്ഞ് വന്നിട്ട് നമ്മളെ ഭവാനിയെ തന്നെ ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷോക്ക് അടിച്ചിട്ട് സൗണ്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് നമ്മളെ ഭൂമി തിരിഞ്ഞ് നോക്കുമ്പോ നമ്മളെ ഭവാനിയാണെങ്കി ഷോക്ക് അടിച്ച് നിക്കും. പിന്നെ നമ്മളെ ഭൂമി പെട്ടെന്ന് വന്ന് കമ്പൊക്കെ എടുത്തിട്ട് അടിച്ചങ്ങനെ തറയിൽ വീണിട്ട് നമ്മളെ ഭൂമിയാണെങ്കില് ഭവാനിയെ പിടിച്ചൊക്കെ എടുത്തോണ്ടൊക്കെ കൊണ്ട് അവിടെ ഇരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. ആ സമയത്താണെങ്കില് നമ്മളെ
ഭവാനി ചിന്തിക്കും, "അയ്യോ! ഇവള് വന്ന് ഷോക്കടിച്ച് വീഴുന്നില്ലല്ലോ. ഞാനാണല്ലേ അതില് പെട്ടുപോയതെന്നൊക്കെയുള്ള ഇതിലിങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭവാനിയടുത്ത് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലൊക്കെ പോണോന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ഭൂമിയാണെങ്കി അങ്ങ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഭൂമി പോകുന്നെ നേരെ കോഫി ഷോപ്പിലാട്ടോ. അങ്ങനെ അവിടാണെങ്കില് പിന്നെ നമ്മള് പറയുന്നത് എന്തായാലും ഇപ്പൊ കട അടയ്ക്കണ്ട. ഇനി തൊട്ട് കട ഒരു 12 മണി വരെ ഇരിക്കുകയാണെങ്കി പൈസക്കൊക്കെ ഇനി ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ മുത്തശ്ശിയൊക്കെ തിരിച്ച് വരുന്നുണ്ട്. സൗഭാഗ്യപുരത്തേക്ക് മുത്തശ്ശിയും സംഗീതയൊക്കെ തിരിച്ച് വരുന്നുണ്ട്. നമ്മളെ ഭവാനിയാണെങ്കി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ചോദിക്കുന്നു, "എന്താ അമ്മ ഇത്ര ലേറ്റ് ആയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, "ഇല്ല മോളെ ഞങ്ങളാണെങ്കി പാലുകാച്ചിനൊക്കെ പോയിട്ട് പിന്നാണെങ്കി ഞങ്ങൾ വിചാരിച്ചു മൂന്നാർ വരെ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പിന്നെ സത്യേന്റെ എസ്റ്റേറ്റിലും റിസോർട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്നേ. അവിടെ എന്താന്ന് ഒന്ന് നോക്കാലോ." "കുഴപ്പമൊന്നുമില്ല മോളെ. അവിടെ നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു." "അതല്ല പിന്നെ അവിടെ ഒരു കാരണവരാണെങ്കി കണ്ട് അവരെന്തൊക്കെയോ പറയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നുണ്ട് കേട്ടോ." ഇത് കേൾക്കുന്നത് നമ്മളെ ഭവാനിയാണെങ്കി ആകെ ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ചോദിക്കുന്നുണ്ട് ഭവാനിയൊക്കെ, "എന്താ അമ്മേ എന്താ അവര് പറഞ്ഞേന്നൊക്കെ?" ചോദിക്കുമ്പോ, "ഏയ് അവരൊന്നും പറഞ്ഞൊന്നുമില്ല. അവർക്കെന്തോ കുറെ ഓർമ്മക്കുറവൊക്കെ എന്തൊക്കെ ഇങ്ങനെ അറിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ." അപ്പം നമ്മളെ ഭവാനിയാണെങ്കി ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനി എന്താ അവര് പറഞ്ഞേന്ന് അറിയാൻ വയ്യാത്ത ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, "ഭൂമി വന്നായിരുന്നോന്ന്?" ചോദിക്കുമ്പം, "ആ ഭൂമി വന്നായിരുന്നു അമ്മേ. കുറച്ച് നേരം ഇവിടെ ഇരുന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു അമ്മ വരുമ്പോ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അവളങ്ങ് പോയെന്ന് പറഞ്ഞു." അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്, "ആ ശരി ഞാൻ ഭൂമിയെ വിളിച്ചോളാന്നൊക്കെ" പറഞ്ഞ് നമ്മളെ മുത്തശ്ശി അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ഭവാനിക്കാണെങ്കി വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട്. എന്താ അവിടുത്തെ ആളാ പറഞ്ഞേന്നുള്ള ഒരു ടെൻഷൻ ഉള്ളോണ്ട് സംഗീതടുത്ത് ചോദിക്കുന്നുണ്ട്, "അല്ല സംഗീത അവരെന്താ പറഞ്ഞേ?" അപ്പൊ സംഗീത പറയും, "അവരെന്താ പറയാനാ? അവരൊന്നും പറഞ്ഞില്ല. അവർക്കെന്തോ ഓർമ്മക്കുറവൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു. ഒന്നും പറഞ്ഞില്ലാന്നൊക്കെ" പറഞ്ഞ് നമ്മളെ സംഗീത അങ്ങ് അകത്ത് കേറി പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഭവാനിയാണെങ്കി ആകെ ടെൻഷനായിട്ടൊക്കെ നിക്കുന്നുണ്ടേ. പിന്നാണെങ്കില് കാണിക്കുന്നത് നമ്മളെ ഭൂമിയാണെങ്കില് ഇങ്ങനെ രാത്രി 12 മണി വരെയൊക്കെ ഇങ്ങനെ കോഫി ഷോപ്പിൽ നിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മളെ അജയ് ആണെങ്കി നമ്മളെ ഭൂമിയെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഭൂമിയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, "അല്ല നീ എന്താ 9 മണിയാകുമ്പോ കോഫി ഷോപ്പ് അടയ്ക്കുന്നില്ലേ? നീ എന്താ ഇത്രയും നേരമായിട്ട് കോഫി ഷോപ്പ് അടയ്ക്കാത്തതെന്നൊക്കെ" ചോദിക്കുമ്പം നമ്മളെ ഭൂമി പറയുന്നുണ്ട്, "അല്ല ഇനി തൊട്ട് ഇനി 12 മണി വരെ കോഫി ഷോപ്പ് കാണും. എനിക്ക് കുറച്ച് പൈസയുടെയൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ നമ്മളെ അജയ് അടുത്ത്. അപ്പൊ ആ ഒരു ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.